ഹലോ, വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്കർ. നമ്മൾ 2024 ജൂണിൽ NTA നടത്തിയിട്ടുള്ള ഇംഗ്ലീഷ് നെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾമോസ്റ്റ് 30 ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഒരു 15 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം നോക്കൂ. വിച്ച് ഇസ് ദ ലേറ്റസ്റ്റ് എഡിഷൻ ഓഫ് ചിക്കാഗോ മാനുവൽ ഓഫ് സ്റ്റൈൽ? ഓക്കെ, ചിക്കാഗോ മാനുവൽ ഓഫ് സ്റ്റൈലിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എഡിഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. 18th ആണോ, 16th ആണോ, 17th ആണോ, 15th ആണോ എന്നുള്ളതാണ് ചോദ്യം. ആൻസർ ഇസ് 17th. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആയിട്ട് ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നെയിം ദ ബ്രിട്ടീഷ് പോയറ്റ് ഹു റോട്ട് സൊഹ്റബ് ആൻഡ് റസ്റ്റം. സൊഹ്റബ് ആൻഡ് റസ്റ്റം എഴുതിയിട്ടുള്ള ബ്രിട്ടീഷ് പോയറ്റ് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? മേരി ഷെല്ലി ഉണ്ട്, എഡ്വേർഡ് ഫിറ്റ്ജെറാൾഡ് ഉണ്ട്, മാത്യു അർണൽഡ് ഉണ്ട്, ദെൻ ആൽഫ്രഡ് ടെന്നിസൺ. ആരാണ് സൊഹ്റബ് ആൻഡ് റസ്റ്റം? ആക്ച്വലി മാത്യു അർണൽഡിന്റെ വർക്ക് ആണ്. 1853 അദ്ദേഹം ഈ ഒരു വർക്ക് എഴുതുന്നത്. ഓക്കെ, 1853 ആക്ച്വലി എങ്ങനെയാണ്, ഏത് വർക്കിന് ബേസ് ചെയ്തിട്ടാണ്? ഫിർദൌസിയുടെ പേർഷ്യൻ എപ്പിക് ആയിട്ടുള്ള ഷാഹ്നാമേനെ ബേസ് ചെയ്തിട്ടാണ് മാത്യു അർണോൾഡ് 1853 ഈ ഒരു വർക്ക് സൊഹ്റബ് ആൻഡ് റസ്റ്റം എന്ന് പറയുന്ന ഈ ഒരു വർക്ക് എഴുതിയിട്ടുള്ളത്. അതിനകത്ത് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ലൈൻ ആണ് ട്രൂത്ത് സിറ്റ്സ് അപ്പോൺ ദ ലിപ്സ് ഓർ ഡൈയിങ് മെൻ. ഓക്കെ, ട്രൂത്ത് സിറ്റ്സ് അപ്പോൺ ദ ലിപ്സ് ഓഫ് ഡൈയിങ് മെൻ. ഓക്കെ, ആ ഒരു രീതിയിലാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റിന് ആൻസർ കിട്ടുന്നത്. മാത്യു അർണോൾഡ് ആണ് സൊഹ്റബ് ആൻഡ് റസ്റ്റം. അത് നമ്മുടെ പേർഷ്യൻ എപ്പിക് ആയിട്ടുള്ള ഷാഹ്നാമേനെ ബേസ് ചെയ്തിട്ടാണ്, ഫിർദൌസിയുടെ ഷാഹ്നാമേനെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു വർക്ക് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് വർക്ക് ഓഫ് ജോൺ കീറ്റ്സ്? ഓക്കെ, ജോൺ കീറ്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ. ഇസ് ഡെഡിക്കേറ്റഡ് ടു തോമസ് ചാറ്റർട്ടൺ. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. തോമസ് ചാറ്റർട്ടൺ ആക്ച്വലി 17ാമത്തെ വയസ്സിൽ സൂയിസൈഡ് ചെയ്തിട്ടുള്ള ഒരു പോയറ്റ് ആയിരുന്നു. അദ്ദേഹത്തിന് ഫോർജർ ആണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അലിഗേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ മരണത്തിൽ അദ്ദേഹത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള പോയം, ആരാണ് ഡെഡിക്കേറ്റ് ചെയ്തത്? ജോൺ കീറ്റ്സ് ഒരു പോയം ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഏത് പോയമാണ്? അദ്ദേഹത്തിന്റെ ലാമിയ ആണോ, എൻറ്റിമിയൻ ആണോ, ഹൈപ്പീരിയൻ ആണോ, അല്ലെങ്കിൽ ഓഡ് ഓണെ ഗ്രേഷ്യൻ ആണോ എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് എന്താണ് ആൻസർ ആയിട്ട് വരിക? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി, എൻറ്റിമിയൻ. എൻറ്റിമിയൻ ആണ് ജോൺ കീറ്റ്സ് തോമസ് ചാറ്റർട്ടന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള പോയം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Arrange the following literary movements in chronological order of their emergence. Okay, literary movements ഏകദേശം 5 literary movements തന്നിട്ടുണ്ട്. ക്രോണോളജിക്കലി ഇവയൊക്കെ അറേഞ്ച് ചെയ്യാനാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഇമേജിസം, ഇംപ്രഷനിസം, അബ്സർഡിസം, ഫ്യൂച്ചറിസം, പ്രീ റാഫലിറ്റിസം. ഇതിനകത്ത് ഈ ഡെഫിനറ്റ്ലി ബിഗിനിങ് ആയിരിക്കും അല്ലെ. ബാക്കിയെല്ലാം മോഡേൺ, പോസ്റ്റ് മോഡേൺ കോൺസെപ്റ്റുകളാണ്. പ്രീ റാഫലിറ്റിസം അങ്ങനെയല്ല അല്ലെ. സോ ഇവിടെ നമുക്ക് ഓപ്ഷൻ ഇ ബിഗിനിങ് ആയിട്ട് വരുന്നത് ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, ദാറ്റ് ഇസ് 4th വൺ. ഇ, ബി, ഡി എന്നുള്ള പോലെ ആയിരിക്കും വരിക. സോ ദ സെക്കൻഡ് വൺ ഇസ് ഇംപ്രഷനിസം, ദെൻ ഫ്യൂച്ചറിസം, ദെൻ ഡി, സോറി എ ആണ് വരുന്നത്. ഓക്കെ, അബ്സർഡിസം. അബ്സർഡിസം ആക്ച്വലി പോസ്റ്റ് മോഡേൺ കോൺസെപ്റ്റ് ആണ് അല്ലെ, 1950s ശേഷമാണ് വരുന്നത്. സോ സി എന്തായാലും ലാസ്റ്റ് ആയിരിക്കും എന്നുള്ളത് ഒബ്വിയസ്ലി ട്രൂ ആണ്. അതുപോലെ തന്നെ ഇ എന്തായാലും ഫസ്റ്റ് ആയിരിക്കും. സോ ഇ ആൻഡ് സി ലാസ്റ്റ്, ഇ സ്റ്റാർട്ടിങ്ങിലും സി എൻഡിങ്ങിലും വരുന്ന ഒരേ ഒരു ഓപ്ഷൻ ഇസ് 4th വൺ. ഓക്കെ, സോ ആ രീതിയിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ വൈഡ് ആയിട്ടുള്ള ഒരു സിലബസിന്റെ ഡെപ്ത് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഒരു ഫർദർ അസിസ്റ്റൻസോട് കൂടി നിങ്ങൾക്ക് ഈ ഒരു നെറ്റിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് നിങ്ങളുടെ റിസൾട്ടിനെ വളരെ നന്നായിട്ട് രീതിയിൽ തന്നെ എൻഹാൻസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ഓൾറെഡി ഇന്റൻസീവ് ആയിട്ടുള്ള 6 months നെറ്റിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷിനും അതുപോലെ തന്നെ മറ്റ് സബ്ജക്ട്സിനും ഒക്കെ നമുക്ക് നെറ്റിന്റെ കോച്ചിങ് ഇവിടെ ലഭ്യമാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു അസിസ്റ്റൻസോട് കൂടെ തന്നെ നെറ്റ് പ്രിപ്പയർ ചെയ്യണം. 2024 ഡിസംബർ സൈക്കിളിൽ നെറ്റ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യണം, JRFോട് കൂടെ തന്നെ ക്ലിയർ ചെയ്യണം എന്നുള്ള ഒരു എയിം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, നമ്മുടെ കോഴ്സിന് ജോയിൻ ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. മാച്ച് ഫോളോയിങ് ആണ്. നമുക്ക് ഫസ്റ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഫസ്റ്റ് കോളത്തിൽ ഗ്രൂപ്പ് ഓഫ് വർക്ക്സ് തന്നിട്ടുണ്ട്. ദെൻ സെക്കൻഡ് കോളത്തിൽ റൈറ്റേഴ്സിന് തന്നിട്ടുണ്ട്. ഓക്കെ, ലാംഗ്വേജ് ആൻഡ് പാരഡോക്സ് ഈസി ആണ് അല്ലെ. ലാംഗ്വേജ് ആൻഡ് പാരഡോക്സ് ഗ്ലെൻത് ബോക്സിന്റെ ഒരു വർക്കാണ്. ദെൻ അഗെയിൻസ്റ്റ് ഇന്റർപ്രിട്ടേഷൻ സൂസൻ സോണ്ടാഗ്. Then realism and the contemporary novel. Realism and the contemporary novel is by Raymond Williams. Then politics and the English language. Politics and the English language ആരുടെയാണ്? ജോർജ് ഓർവെലിനെയാണ് കേട്ടോ. ജോർജ് ഓർവെലിനെയാണ് ദ പൊളിറ്റിക്സ് ആൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഓക്കെ, നെക്സ്റ്റ് ജോർജ് ഓർവെലിന്റെ വർക്ക്സ് പഠിക്കുമ്പോൾ നിങ്ങൾ അദ്ദേഹത്തിന്റെ നോവൽസ് മാത്രമല്ല അല്ലാണ്ടുള്ള റൈറ്റിംഗ്സും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇസ് നോട്ട് ട്രൂ അബൌട്ട് ജീൻ റൈസ് വൈറ്റ് സർഗാസോ സി? ജീൻ റൈയുടെ വൈറ്റ് സർഗാസോ സീനെ സംബന്ധിച്ച്
ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1966 ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഇസ് ട്രൂ. It takes its theme and main character from the novel Jane Eyre by Charlotte Bronte. Yes, it is an intertext. Charlotte Bronteയുടെ ജെയിൻ ഐറിനെ ബേസ് ചെയ്തിട്ടാണ് ഇദ്ദേഹം ജീൻ റൈ എന്ത് ചെയ്തിട്ടുള്ളത്, ദ വൈറ്റ് സർഗാസ് ഓഫ് സീ എന്നുള്ള നോവൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഓപ്ഷൻ 2 ഇസ് ഓൾസോ കറക്റ്റ്. നെക്സ്റ്റ്, ആക്ഷൻ ഓഫ് ദി നോവൽ ടേക്ക് പ്ലേസ് ഇൻ സൗത്ത് ആഫ്രിക്ക. ആക്ഷൻ ഓഫ് ദി നോവൽ എവിടെയാണ്? സെറ്റിംഗ് ആയിട്ട് പറയുന്നത് സൗത്ത് ആഫ്രിക്കയാണ്, വിച്ച് ഇസ് ഇൻകറക്റ്റ് ബിക്കോസ് ഇറ്റ് ഇസ് ജമൈക്ക. ഓക്കെ, ജമൈക്ക ആൻഡ് ലണ്ടൻ. ദെൻ name of Antonio's mother is Annette. That is also true. So നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ എന്നുള്ളതാണ്. സോ ദാറ്റ് ഇസ് ഓപ്ഷൻ സി. കാരണം സൗത്ത് ആഫ്രിക്കയാണ് സെറ്റിംഗ് ആയിട്ട് തന്നത്. ഓൺ ദി അതർ ഹാൻഡ് നമ്മുടെ ആക്ച്വൽ സെറ്റിംഗ് ജീൻ റൈയുടെ വൈറ്റ് സർഗാസ് ഓഫ് സീ എന്ന് പറയുന്ന നോവലിന്റെ ആക്ച്വൽ സെറ്റിംഗ് എവിടെയാണ്? ജമൈക്ക ആൻഡ് ലണ്ടൻ. ഓക്കെ, ജമൈക്ക ആൻഡ് ലണ്ടൻ ആണ് ആക്ച്വൽ സെറ്റിംഗ്. സോ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 3 ആണ്. നെക്സ്റ്റ്, അണ്ടർ ഹൂസ് പ്രസിഡൻസി വാസ് പെൻ an international association of poets, playwrights, editors, essayists and novelists founded by Mrs. Dalton Scott in 1921. അല്ലെ, പെൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ 1921 ആരുടെ പ്രസിഡൻസിയിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. ഒത്തിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അത്ര ഫെമിലിയർ അല്ല. ജോൺ ഗാൽസ്വർത്തി, T.S. Eliot, W.B. Yeats, then Ezra Pound. ആരാണ്? ആൻസർ ഇസ് ഓപ്ഷൻ എ, ജോൺ ഗാൽസ്വർത്തി ആണ് കേട്ടോ. ജോൺ ഗാൽസ്വർത്തിയുടെ പ്രസിഡൻഷ്യയിലാണ് ഇത്തരത്തില് പെൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 1921. ഔട്ട് ഓഫ് ദ ഫോളോയിങ് വിച്ച് ബിബ്ലിയോഗ്രഫിക്കൽ എൻട്രി ഫോളോസ് എ സ്റ്റൈൽ പ്രിസ്ക്രൈബ്ഡ് ഇൻ MLA ഹാൻഡ്ബുക്ക് 8th എഡിഷൻ? MLA ഹാൻഡ്ബുക്കിന്റെ 8th എഡിഷൻ പ്രകാരം തന്നിരിക്കുന്നതിൽ ഏത് ഫോമാറ്റ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഫസ്റ്റ് എന്താണ്? ഓക്കെ, നമ്മൾ 4 ഓപ്ഷൻ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം മാൻഡാറ്ററി ആയിട്ടൊരു ഫുൾ സ്റ്റോപ്പ് വേണം അല്ലെ. ഈ 2 ഓപ്ഷനിലും അങ്ങനെ നമ്മൾ ഫുൾ സ്റ്റോപ്പ് കാണുന്നില്ല. സോ ഇത് രണ്ടും തെറ്റാണ് എന്ന് നമുക്ക് എന്തായാലും ഉറപ്പിക്കാൻ പറ്റും. ദെൻ പബ്ലിഷിംഗ് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് ഇയർ കാണാൻ പറ്റുന്നില്ല അല്ലെ. ലാസ്റ്റിൽ ഒബ്വിയസ്ലി ഇയർ വേണം, ഇവിടെയാണ് അത് കറക്റ്റ് ആയിട്ട് പറയുന്നത്. സോ ഡൗട്ട്സ് ഒന്നും വേണ്ട, ഓപ്ഷൻ 1 ഇസ് റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കറക്റ്റ് ക്രോണോളജിക്കൽ സീക്വൻസ് ഓഫ് ബ്രിട്ടീഷ് പോയറ്റ്സ് ഇൻ ഓർഡർ ഓഫ് ദിയർ ബർത്ത്? ഓക്കെ, കുറച്ച് ബ്രിട്ടീഷ് പോയറ്റ്സിന് തന്നിട്ടുണ്ട്. മെറ്റഫിസിക്കൽ പോയറ്റ്സ് ഉണ്ട്, അല്ലാത്തവരും ഉണ്ട്. ഇവർ ഏകദേശം എല്ലാവരും ഒരു സമയത്തായതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് ഇയർ അറിയണം. പിന്നെ ഇതിനകത്ത് എന്താന്ന് വെച്ചാല് ജോൺ ഡൺ ആണ് ഏറ്റവും സീനിയർ ആയിട്ട് വരിക എന്നുള്ളത് നമുക്ക് പിടികിട്ടുന്നുണ്ട്. സോ ദാറ്റ് ഇസ് ദ ഓൺലി ക്ലൂ വി ഹാവ്. ദെൻ മറ്റ് കവലിയർ പോയറ്റ്സും റിലീജിയസ് മെറ്റഫിസിക്കൽസ് ഒക്കെ ഉണ്ട്. തോമസ് കാരിയു, റിച്ചർഡ് ലവ്ലേസ്. ദെൻ അതിനൊക്കെ പുറത്ത് വി ഹാവ് ജോൺ മിൽട്ടൺ ഓൾസോ. സോ ജോൺ ഡണ്ണിലായിരിക്കും എന്തായാലും സ്റ്റാർട്ട് ചെയ്യുക. സോ ഓപ്ഷൻ സിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. ദെൻ ജോൺ ഡൺ കഴിഞ്ഞിട്ട് എന്താണ്? റിച്ചാർഡ് ലവ്ലീസ് ആയിരിക്കും കേട്ടോ. ജോൺ ഡൺ കഴിഞ്ഞാൽ പിന്നെ റിച്ചാർഡ് ലവ്ലീസ്, ദെൻ മിൽട്ടൺ. പിന്നീടാണ് മിൽട്ടൺ വരുന്നത്. അത് കഴിഞ്ഞ് തോമസ് കാരി കഴിഞ്ഞ് ലാസ്റ്റ് ആണ് നമ്മുടെ ആൻഡ്രൂ മാർവൽ വരുന്നത്. ഓക്കെ, മിൽട്ടണ് നിങ്ങൾ മിക്കപ്പോഴും ഇവിടെ തെറ്റിക്കാനുള്ള ചാൻസ് എന്താന്ന് വെച്ചാൽ മിൽട്ടണ് ചിലപ്പം ഫസ്റ്റ് കൊടുക്കാൻ സാധ്യത ഉണ്ട്. അല്ല, ജോൺ ഡൺ ആണ് ആദ്യം വരുന്നത്. ഓക്കെ, ഇനി ഇയർ വേണമെങ്കിൽ നോക്കൂ. ആൻഡ്രൂ മാർവൽ 1621. ഓക്കെ, നമുക്ക് ഓർഡറിൽ പോവാം. ആദ്യം വരുന്നത് ഡൺ ആണ്. ഡൺ 1572. ഓക്കെ, ഡൺ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആരാണ്? 1594 തോമസ് കാരോ വരുന്നത്. ദെൻ 1608 മിൽട്ടൺ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് 4th നമുക്ക് 1617 റിച്ചാർഡ് ലവ്ലേസ് വരുന്നത്. 5th ആൻഡ്രൂ മാർവൽ 1621 വരുന്നത്. ഓക്കെ, who among the following refers to Byron's work as monstrous combinations of horrors and mockery, lewdness and imposture? ഇത്തരത്തില് ബൈറന്റെ വർക്കിനെ അറ്റാക്ക് ചെയ്തത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ചാൾസ് ലാം, റോബർട്ട് സദേ, മേരി ഷെല്ലി, ലേ ഹണ്ട്. ആരാണ്? ഇറ്റ് ഈസ് നൺ അതർ ദാൻ റോബർട്ട് സദേ. ഈസി ക്വസ്റ്റ്യൻ ആണ് അല്ലെ. റോബർട്ട് സദേ ഓൾറെഡി ദ വിഷൻ ഓഫ് ജഡ്ജ്മെന്റ്, വിഷൻ ഓഫ് ജഡ്ജ്മെന്റ് നമ്മൾ കുറെ സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. ബൈറൻ ആക്ച്വലി റോബർട്ട് സദേനെ ആദ്യം അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷ് പാർട്സ് ആൻഡ് സ്കോൾസ് റിവേഴ്സിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ റോബർട്ട് സദേ വിഷൻ ഓഫ് ജഡ്ജ്മെന്റിൽ നമ്മുടെ ബൈറനെ അറ്റാക്ക് ചെയ്യുന്നു. തിരിച്ച് ഇവര് തമ്മിലുള്ള ഒരു റൈവൽറി. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഔട്ട് ഓഫ് ദി ഫോളോയിങ് വിൽ അലൗ യു ടു അവോയ്ഡ് പ്ലേജറിസം? പ്ലേജറിസം അല്ലെ, റിസർച്ചിലും അല്ലെങ്കിൽ തീസിസിലും ഒക്കെ പ്ലേജറിസം അവോയ്ഡ് ചെയ്യാന് നമ്മളെ സഹായിക്കുന്ന പോയിന്റ്സ് എന്താണ് എന്നുള്ളതാണ്. 4 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഏതൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യും പ്ലേജറിസം അവോയ്ഡ് ചെയ്യാൻ എന്നുള്ളതാണ് ചോദ്യം. യൂസിങ് പാരാഫ്രേസസ് ഓർ കോഡ്സ് ബൈ അതർ സോഴ്സസ് ഇൻ യുവർ നെയിം.
മറ്റ് സോഴ്സസിൽ നിന്ന് മറ്റുള്ളവരുടെ റിസോഴ്സസ് എടുത്തിട്ട് നമ്മുടെ പേരിൽ ഇൻ യുവർ നെയിം നമ്മുടെ പേരിലേക്ക് പാരാഫ്രൈസ് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യോ? നെക്സ്റ്റ്, നോട്ട് യൂസിങ് എ പ്ലേജറിസം ചെക്കർ സോഫ്റ്റ്വെയർ ബിഫോർ സബ്മിറ്റിംഗ് ദ അസൈൻമെന്റ്. പ്ലേജറിസം സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാണ്ടിരുന്നാൽ അല്ലെങ്കിൽ പ്ലേജറിസം ചെക്കർ യൂസ് ചെയ്യാണ്ടിരുന്നാൽ നമുക്ക് പ്ലേജറിസത്തിൽ നിന്ന് എസ്കേപ്പ് പോകാൻ പറ്റുമോ? നെക്സ്റ്റ്, ഗിവിംഗ് ക്രെഡിറ്റ് ടു ദ ഒറിജിനൽ ഓതർ ഇൻ ടെക്സ്റ്റ് സൈറ്റേഷൻ ആൻഡ് ഇൻ ദ ലിസ്റ്റ് ഓഫ് വർക്ക് സൈറ്റഡ്. അല്ലെ, ക്രെഡിറ്റ് ടു ദി ഒറിജിനൽ ഓതർ. നമ്മൾ മറ്റൊരു ഓതറിന്റെ അടുത്ത് നിന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ എടുക്കുമ്പോൾ അവർക്ക് ഒരു ഒറിജിനൽ ക്രെഡിറ്റ് കൊടുക്കുന്നതായിരിക്കുമോ? നെക്സ്റ്റ്, നോട്ട് കീപ്പിംഗ് എ പ്രോപ്പർ ഡോക്യുമെന്റേഷൻ ഓഫ് റെഫറൻസസ് യൂസ്ഡ്. ഒരു പ്രോപ്പർ ഡോക്യുമെന്റേഷൻ ഇല്ലാണ്ട് റെഫറൻസസ് യൂസ് ചെയ്യുന്നതാണോ നമ്മുടെ പ്ലേജറിസത്തിൽ നിന്ന് എസ്കേപ്പ് ആക്കുക? ഒബ്വിയസ്ലി ഓപ്ഷൻ 3 ആണ് കറക്റ്റ് അല്ലെ. ബാക്കി ഓപ്ഷൻസ് എല്ലാം തെറ്റാണ്. വളരെ കോമൺ സെൻസ് വെച്ച് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓപ്ഷൻ 3 ഇസ് ദി കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, നമുക്ക് 2 കോളം ഉണ്ട്. ഫസ്റ്റ് കോളത്തിൽ ഓതേഴ്സിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് കോളത്തിൽ എന്താണ്? അവരുടെ ടെക്സ്റ്റുകളുടെ പേര് കൊടുത്തിട്ടുണ്ട്. റിച്ചാർഡ് ഹോഗർട്ട് എന്താണ്? ദി യൂസേഴ്സ് ഓഫ് ലിറ്ററസി. ഓക്കെ, റെയ്മണ്ട് വില്യംസ്, ദ ലോങ് റെവല്യൂഷൻ, E.P. Thompson, മേക്കിംഗ് ഓഫ് ദ ഇംഗ്ലീഷ് വർക്കിംഗ് ക്ലാസ്, ആശിഷ് നാൻഡി, ദ സീക്രട്ട് പൊളിറ്റിക്സ് ഓഫ് അവർ ഡിസയേഴ്സ്. ഇത്തരത്തിലാണ് ഈ ഒരു മാസ്റ്റർ ഫോളോയിങ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. Which among the following is not a type of meaning in a poem as defined by I.A. Richards in Practical Criticism? അല്ലെ, I.A. Richards പ്രാക്ടിക്കൽ ക്രിറ്റിസിസം ആണ് നമ്മൾ ഒരുപാട് തവണ സംസാരിച്ചതാണ്. അപ്പൊ I.A. Richardsന്റെ പ്രാക്ടിക്കൽ ക്രിറ്റിസിസത്തിനകത്ത് ടൈപ്പ് ഓഫ് മീനിങ് തന്നെ പോയം അല്ലെ, പോയത്തിനകത്ത് മീനിങ് ഇവോൾവ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ മീനിങ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് കുറച്ച് എലമെന്റ്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആ തന്നിരിക്കുന്ന 4 എലമെന്റ്സിനകത്ത് ഓഡ് വൺ ഔട്ട് ഏതാണ്? ഇതിൽ മാച്ച് ആവാത്ത എലമെന്റ് ഏതാണ്? ഇസ് ഇറ്റ് ഫീലിംഗ്, ഇസ് ഇറ്റ് ഫോം, ഇസ് ഇറ്റ് ടോൺ, ഇസ് ഇറ്റ് ഇന്റനേഷൻ? ഏതായിരിക്കും? ഈസി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇറ്റ് ഇസ് ഫോം. ഫോമിന് പകരം എന്താണ്? സെൻസിനെ കുറിച്ചാണ് കേട്ടോ അദ്ദേഹം പറയുന്നത്. പ്രാക്ടിക്കൽ ക്രിറ്റിസിസത്തിനകത്ത് സെൻസ്, ഫീലിംഗ്, ടോൺ, ഇന്റനേഷൻ, ഈ 4 കാര്യങ്ങളാണ് ഒരു മീനിങ് ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഫോം. സോ ഫോം ഇസ് ഇൻകറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വീണ്ടും ഒരു മാച്ച് ഫോളോയിങ് ആണ്. ഇത്തവണ എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഒറിജിനൽ നെയിം തന്നിട്ടുണ്ട്, അതിന്റെ കൂടെ നമ്മളോട് പെൻ നെയിം അല്ലെങ്കിൽ സ്യൂഡോണിയം ആയിട്ട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ചാൾസ് ലെഡ്വിച്ച് ഡോഡ്സൺ, ലെവിസ് കാരോൾ. ഓക്കെ, ലെവിസ് കാരോളിന്റെ പേരാണ്. ദെൻ മേരി ആൻ ഇവാൻസ്, ഡെഫിനറ്റ്ലി എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും അല്ലെ, ജോർജ് എലിയറ്റിന്റെ പേരാണ്. ദെൻ എറിക് ആർതർ ബ്ലെയർ. എറിക് ആർതർ ബ്ലെയർ എന്താണ്? ജോർജ് ഓർവെലിന്റെ പേരാണ്. അഗെയിൻ അനദർ ഈസി ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, സാമുവൽ ലഗോൺ ക്ലെംസ് ആരാണ്? മാർക്ക് ട്വെയിൻ. ഓക്കെ, മാർക്ക് ട്വെയിൻ ആണ്. അപ്പോ ഈസി ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് പോപ്പുലർ ഇന്ത്യൻ വേർഡ്സ് ഹാവ് ബീൻ ഇൻകോർപ്പറേറ്റഡ് ഇൻ ഓക്സ്ഫോർഡ് ഡിക്ഷണറി ഇൻ ദ റീസെന്റ് പാസ്റ്റ്? ഇന്ത്യൻ വേർഡ്സ് തന്നിട്ടുണ്ട്, അതിനകത്ത് ഇംഗ്ലീഷിലോട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള, ഓക്സ്ഫോർഡ് ഡിക്ഷണറി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള റീസെന്റ് ആയിട്ടുള്ള വേർഡ്സ് ഏതൊക്കെയാണ്? ഇസ് ഇറ്റ് ചായ്, ബജാൻ, ജുഗാഡ്, കമാൽ, നമസ്തേ? ഈസി ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ചായ് ഒബ്വിയസ്ലി ഉണ്ട്, ജുഗാഡ് ഉണ്ട്, നമസ്തേ ഉണ്ട് അല്ലെ. ACE എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും. ദാറ്റ് ഇസ് തേർഡ് വൺ. ഓക്കെ, മറ്റൊരു ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മൾ വളരെ ഇന്റൻസീവ് ആയിട്ട് തന്നെ നമ്മുടെ നെറ്റിനെ അപ്രോച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓരോ വർഷം കഴിയും തോറും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡെപ്ത് കൂടിക്കൊണ്ട് വരികയാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇപ്പൊ നമ്മൾക്ക് ക്യാൻസൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. പക്ഷെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും NTN നെറ്റിനെ അസസ് ചെയ്യരുത്. കാരണം ഒരു മുമ്പുള്ള ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഇത്രയും ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷന്റെ ഡെപ്ത് കുറയ്ക്കരുത്. വളരെ നന്നായിട്ട് തന്നെ എക്സാം ടഫ് ആകും എന്ന് പ്രതീക്ഷിച്ചിട്ട് കൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്യണം. നമുക്ക് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ഓൾറെഡി നമ്മുടെ 6 month കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 2024 ഡിസംബർ നെറ്റിന് വളരെ നല്ല രീതിയിൽ സമയമെടുത്ത് നിങ്ങളുടെ പേസിൽ പ്രോപ്പർ ഇൻസ്ട്രക്ഷനോട് കൂടെ പഠിക്കണം താല്പര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇത്തരത്തിലുള്ള വീഡിയോസും കൂടുതൽ ഇൻഫർമേഷനും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെയാണ് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫ്രീ ആക്സസ് ലഭിക്കാൻ വേണ്ടിയിട്ട് ആ ലിങ്കിലും കൂടെ ഒന്ന് ജോയിൻ ചെയ്യാം. താങ്ക് യു.